Hi friends, welcome back to my channel Lifestyle Heaven by Sarina. സോ ഇന്നലെ അതായത് ജൂലൈ 14 2014 എൻ്റെ ഹസ്ബൻഡ് തറവാടിൻ്റെ ഒരു കുടുംബസംഗമം നടന്നതായിരുന്നു. ഒരുപാട് പ്രോഗ്രാംസും ഒരുപാട് മത്സരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് വളരെ എൻഗേജിങ് ആയിട്ട് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു നടന്നത്. നല്ല സൂപ്പർ പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ചെറിയ കുട്ടികളെ സാധാരണ നമ്മൾ കാണുന്നതൊക്കെ എങ്ങനെ പൊതുവേ ഉണ്ടാവുക, ഓക്കെ വലുതായില്ലേ അപ്പോൾ ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി ഒന്നും പരിപാടിക്കൊന്നും നിൽക്കേണ്ട ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് അങ്ങനെ ആയിരുന്നില്ല. ചെറിയ കുട്ടികളുടെയും വലിയ ആളുകളുടെ പോലും ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഒരുപാട് അനുമോദനങ്ങൾ. നമ്മളെ ഒരു ഫാമിലി നമുക്കൊരു സക്സസ്സോ ഫെയിലറോ എന്താണെന്ന് വെച്ചാൽ, ഫെയിലറിൻ്റെത് ഒബ്വിയസ്ലി നമ്മൾ ഇതാക്കില്ല, പക്ഷെ എന്നാലും സക്സസ് വരുമ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള അംഗീകാരങ്ങളെക്കാട്ടിയും നമ്മൾ ആഗ്രഹിക്കുക ഒബ്വിയസ്ലി നമ്മളെ ഫാമിലി നമ്മൾ അംഗീകരിക്കണം, ആ ഒരു ഇതായിരിക്കില്ല. അപ്പോൾ ആ ഒരു കുട്ടികളെ നമ്മൾ അനുമോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളും പിന്നെ അതുപോലെ ഇതിൻ്റെ കുട്ടികളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അനുമോദനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പരിപാടികൾ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞൊരു ദിവസമായിരുന്നു. കാരണം എല്ലാവരും മതിമറന്ന് ആഘോഷിച്ച ഒരു ടൈമാണ് കടന്നുപോയത്. ശരിക്കും ഇന്നലെ ഒരു ദിവസം പോയത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കുറച്ച് നേരത്തേക്കുമല്ല, രാവിലെ തൊട്ടിട്ട് രാവിലെ ഏകദേശം 9 മണിക്ക് ഒക്കെ തുടങ്ങിയ പരിപാടി അവസാനിച്ചത് രാത്രി ആയതിനു ശേഷമാണ്. എല്ലാം ഫുഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും അതും ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ ചായ, സമൂസ അങ്ങനെ ചെറിയൊരു സ്നാക്സും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓരോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇതുണ്ടായിരുന്നു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. കാരണം നമ്മൾ ഒരു ഫാമിലിയിലുള്ള ഈ ഒരു മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വീടിനുള്ളിൽ ഒതുങ്ങുന്ന, അതായത് വീടിനുള്ളിൽ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല ശരിക്കും നമുക്ക്. കാരണം അത്രയും നല്ലോണം മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ തറവാട്ടിൽ ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 433 മെമ്പേഴ്സാണ്. ഇപ്പം നമ്മൾ ഒരു ഫാമിലി ട്രീ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കണ്ട ഒരു 433 മെമ്പേഴ്സോളം ഉണ്ട് നമ്മൾ ശരിക്കും ഫാമിലിയിൽ. അപ്പോൾ അതിൽ ഒരുവിധം കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഒരുവിധം നന്നായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾ പങ്കാളിത്തം നന്നായിട്ടുണ്ടായിരുന്നു. കുറേ ഗൾഫുകാരൊക്കെ ഇതിന് വേണ്ടിയിട്ടായിട്ട് വന്ന ആൾക്കാരുണ്ട്, ഈ ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് തന്നെ വന്ന ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് പ്രോഗ്രാം നടന്നു. ഒരിക്കലും നമുക്ക് ബോറടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി തീരല്ലേ എന്ന് വരെ നമ്മൾ ആഗ്രഹിച്ചു പോയി, അത്രയും അടിപൊളി പ്രോഗ്രാം ആയതുകൊണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ ആക്ച്വലി 4 ഡോക്ടേഴ്സ് തന്നെ ഉണ്ട്. ഒരു ആൺകുട്ടി 3 പെൺകുട്ടികളാണ്. അതിൽ ഒരു പെൺകുട്ടി ആക്ച്വലി ഞങ്ങളുടെ ഒരു മോൻ്റെ വൈഫാണ്. അവിടെ ഉള്ള ഒരു തറവാട്ടിലുള്ള ഒരു മോൻ്റെ വൈഫാണ്. അങ്ങനെ 4 ആളുകൾ തന്നെ ഡോക്ടേഴ്സ് തന്നെ ഉണ്ട്. അതായത് നമ്മൾ ഇത് ബാക്കിയുള്ള ആൾക്കാർക്കുള്ള പ്രൊഫഷണലും എല്ലാം തന്നെ അവരുടേതായ കഴിവും അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഡോക്ടേഴ്സ് മെഡിക്കൽ ഫീൽഡായിട്ട് നമുക്കും നല്ല ബന്ധമുണ്ട്. കാരണം നമ്മൾ നമ്മളറിയുന്നത് തന്നെ എറമൂട്ടി വൈദ്യരാടാന്ന് പറഞ്ഞിട്ടാണ്. അത് തലശ്ശേരിയിലെ തലശ്ശേരിയിൽ മാത്രമല്ല അന്നത്തെ കാലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വൈദ്യർ കുടുംബമാണ്. ഒരുപാട് ഫാർമസീസും ഒരുപാട് വൈദ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. ഇപ്പോൾ അവർ അലോപ്പത്തിക് ഡോക്ടേഴ്സാണ് കൂടുതലുള്ളത്. ആരും ഇപ്പോൾ ഇതിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരും. വഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കുടുംബം തന്നെയാണ് നമ്മളത്. അതായത് ഇതിൻ്റെ വൈദ്യശാസ്ത്ര പ്രകാരം അവർക്ക് ഒരുപാട് നല്ല നല്ല സംഭാവനകൾ നൽകിയ ഒരു കുടുംബമായിരുന്നു അത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുട്ടികളിലേക്കും
ഒരു പരിധി വരെ നമുക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാംസ് പറയണ്ടല്ലോ, അടിപൊളി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഫുഡും നല്ല, ഉച്ചക്കത്തെ നല്ല ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, സാലഡ്, പിക്കിള്, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ഉണ്ടായത്. ഓക്കെ, ഇതൊന്നും കൂടാണ്ട് നമ്മൾ മുതിർന്ന വ്യക്തികളാണ് നമ്മൾ ആദരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാക്ക് ബോൺ, നമ്മളെ തറവാടിൻ്റെ. കാരണം എന്ന് വെച്ചാൽ അവരാണ് നമ്മളെ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാലല്ലേ ഇപ്പോഴും നമ്മളൊരു ബിൽഡിങ് എത്ര ഹൈറ്റിലെത്തി എടുത്തു കഴിഞ്ഞാലും ഇതാവുള്ളൂ. അപ്പോൾ അതേപോലെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇട്ട് തന്ന ആളുകളാണ് പഴയ തലമുറയിലുള്ള ആളുകൾ. അവർക്ക് ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കേൾക്കാനുള്ളൊരു സമയവും സാഹചര്യവും ഒത്തു വന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തേനെ. കാരണം കുഞ്ഞുങ്ങൾ തന്നെ എല്ലാവരും അത്രയും ഞാനും ഉണ്ട് പറഞ്ഞിട്ട് അത്രയും മുന്നോട്ട് വന്ന്, കാരണം അവർക്ക് ആ ഒരു വൈബ് കിട്ടുന്നതാണ്. കാരണം ഓക്കെ, കുറച്ച് ചെറിയ കുട്ടികളാണ്, അപ്പം നമുക്ക് ചില ആളുകൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തവരുണ്ട്. അപ്പം എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നിടത്തുനിന്ന് അങ്ങനെയല്ലാതെ എല്ലാവരും ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് വന്ന ഒരു ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ആ ഒരു വൈബ് കിട്ടി. ഓക്കെ, ഇത് എൻ്റെ തറവാടാണ്, ഇതാണ് ആ ഒരു ഫീല് കിട്ടി അവർക്ക്, കുട്ടികൾക്ക്. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള പ്രോഗ്രാംസിൽ കുറച്ച് ഡിലേ അല്ല, അതായത് കുറേ വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഈ കുട്ടികളുടെ പ്രോഗ്രാംസ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ ഈ കോൺസെൻട്രേഷനൊക്കെ. അപ്പോൾ അങ്ങനെ ഫുള്ള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 10-12 മണിക്കൂർ എങ്ങനെ പോയി എന്ന് പോലും അറിയില്ല. ഒന്നും ഒരു ഇതും ഉണ്ടായിട്ടില്ല, ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല. ഇത്രയും ആളുകളെ കാണുന്നതും, ഇത്രയും ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ പോലും ഇല്ല, എല്ലാം നമ്മളെ കുടുംബക്കാരാണ്. അപ്പം ആ ഒരു കുടുംബസംഗമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. നമുക്ക് പല ആളുകൾ കാരണം നമ്മളിപ്പോൾ ഇന്നത്തെ ഈ തിരക്കും ഇതൊക്കെ വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതായിട്ടല്ലേ, നമ്മൾ വല്ലപ്പോഴുമാണ് ആൾക്കാരെ കാണുന്നതും ഈ കുടുംബങ്ങൾ തമ്മിൽ ഒത്തുചേരുന്നതും ഒക്കെ. അപ്പം അതിനകത്തുനിന്ന് വിട്ടിട്ട് നമുക്ക് നല്ലൊരു ഓപ്ഷനായിരുന്നു ഈ കുടുംബസംഗമം എന്ന് പറയുന്നത്. വളരെ നല്ലൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഒരുപാട് കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകി, അതായത് ഈ സ്റ്റേജിലൊക്കെ കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതും വളരെ നല്ല രീതിയിൽ തന്നെ. ഒരാളും അങ്ങനെ ഒരു പൊട്ട പരിപാടിയോ കാര്യങ്ങളോ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തത്. കാരണം അത് അത്രയും കുട്ടികളെ മെനക്കെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തത്. ആൻഡ് കുറേ പ്രോഗ്രാംസ് നമ്മൾ ഓൺലൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും, കുഞ്ഞു മക്കൾ, ഒരു 4-5 വയസ്സുള്ള കുട്ടികൾ പോലും ആ പ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അവരുടെ കണ്ണിലുണ്ടായ ആ ഒരു അഭിമാനം, അതാണ് ശരിക്കും ഞങ്ങൾ തമ്മിലുള്ള ഒരു എനർജിയും ഒരു ഇതൊക്കെ. കാരണം അവരെ വീട്ടിൽ നിന്നാണ് അംഗീകരിക്കപ്പെടുന്നത്. അല്ലാണ്ട് സമൂഹം നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സമൂഹം നമ്മൾ അംഗീകരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഒരു ഇതായിരുന്നു ശരിക്ക്. പിന്നെ കരാട്ട ശരിക്ക് 3 പിള്ളേർ കരാട്ട അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2 പെയറായിട്ടായിരുന്നു, ബ്രദർ സിസ്റ്ററുമാണ് അവരൊക്കെ ബ്ലാക്ക് ബെൽറ്റിലേക്ക് ഇത് കിട്ടിയ കുട്ടിയാണ് അവർ 2 പേരും. പിന്നെ ഈ കൊച്ചും അതുപോലെ തന്നെ. എല്ലാം ഇതെൻ്റെ കസിൻസ് തന്നെയാണ് കേട്ടോ. നമ്മളെ കുടുംബത്തിലെ മക്കൾ തന്നെയാണ്, നമ്മളെ മക്കൾ തന്നെയാണ്. അങ്ങനെ നല്ല ചടുലമായ ഇതും എല്ലാം കൊണ്ട് അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ തന്നെ തയ്യാറായി, അവർ മുന്നോട്ട് വരിക ചെയ്തത്. അപ്പം
അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡാൻസ് സത്യം പറയാലോ, ശരിക്ക് ചിരിച്ച് കോമഡി എന്ന് പറയുന്നത് ഇവർ ബ്രദേഴ്സാണ് കേട്ടോ. ബ്രദേഴ്സ് എന്ന് വെച്ചാൽ കസിൻസാണ്. പക്ഷേ ഇവർ തമ്മിൽ യാതൊരു റിലേഷനും മുന്നേ ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് തമ്മിൽ അറിയില്ല ഇവരാരൊക്കെയാണ്. 2 ആൺപിള്ളേരാണ് കേട്ടോ ഇത്. അപ്പോൾ അവരതൊരു കോമഡി ആക്കിയിട്ട് അന്നേരം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വന്ന ഡാൻസാണ്. പൊളിയായിരുന്നു ശരിക്കും. നല്ല നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. കാരണം ഒരു കുഞ്ഞു നമ്മൾ ആൺപിള്ളേർ ഇങ്ങനെ ക്യൂട്ടായിട്ട് കളിക്കത്തില്ല, അതുപോലെ ഒരു അടിപൊളി സ്റ്റെപ്സും ഭയങ്കര ശരിക്കും എൻ്റർടൈനിങ് ആയിരുന്നു. ശരിക്കും ഇങ്ങനെ അവരുണ്ടാക്കിയ ആ ഓളം ശരിക്കും നന്നായിട്ട് എഫക്റ്റ് ചെയ്തു. എന്നാൽ അവർ സെൽഫ് കൊറിയോഗ്രാഫി, അതായത് സ്പോട്ട് കൊറിയോഗ്രാഫി എല്ലാം അവർ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് കളിച്ചതാണ്. ഏകദേശം ഒരു ഉച്ചക്കം കണ്ട് തുടങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കളിച്ചതാണ് രണ്ടുപേരും. പാട്ട് സെറ്റാക്കിയതും എല്ലാം ഓൺ ദ സ്പോട്ടായിരുന്നു. കസിൻസ് ആണെങ്കിലും അവർ തമ്മിൽ ഇങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല, ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണ് ഇത് രണ്ടും. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. പർദ്ദയിട്ടിട്ടാണ് കളിച്ചത്. ഫുള്ള് കവേർഡായിരുന്നു, ഫേസും കാര്യങ്ങളൊക്കെ ഫുള്ള് കവേർഡായിരുന്നു. ബട്ട് സ്റ്റിൽ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അവരുടെ. പ്രത്യേകിച്ച് എന്താ പറയുക, ആമ്പിള്ളേർ ഇങ്ങനെ ക്യൂട്ടായിട്ട് കളിക്കുമ്പോൾ ഒരു സംതിങ് ഡിഫറെൻ്റ്, ആ ഒരു ഇതല്ലേ, അങ്ങനെ നല്ല മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. കാരണം അത്രയും ഇതായിട്ടൊക്കെ ആയിരുന്നു അവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നതിലും. എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഇതിൽ. ഒരു ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഗ്രൂപ്പായിട്ടുള്ളത്. ഞാനത് കളിച്ചിട്ടില്ല. കളിക്കുന്ന ആൾക്കാരിങ്ങനെ ടീമാക്കി വെച്ചിട്ട് ഓരോ ക്ലൂ കൊടുത്തിട്ട് ട്രഷർ കിട്ടണം, അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഫുള്ള് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇരുന്ന് കളിക്കാൻ പറ്റുന്നൊരു ഗെയിം ആയിരുന്നില്ല അത് സെറ്റ് ചെയ്യാൻ അത്രയും അതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു ഉറപ്പായിരുന്നു. പക്ഷെ നല്ല എൻ്റർടൈനിങ് ആണ്.